എന്തിനാ നിന്റെയൊക്കെ ചെവി കേട്ടുകൂടെ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ തേങ്ങ പൊളിക്കുന്നല്ലോ പൊളിച്ചുകളയും. സംശയമുണ്ടോ? ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ? ചേട്ടാ അടിപൊളിയായിട്ടില്ലേ? ഞാൻ നമ്മുടെ ഓൾഡ് മെമ്മറീസിന്റെ ഓർമ്മക്കായി വെച്ച പാർട്ടിയാ ചേട്ടാ. ഓൾഡ് മെമ്മറീസ് ഒക്കെ എത്ര ഓൾഡ് ആയാലും നമുക്ക് എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടേ തോന്നൂ. അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. സംശയമുണ്ടോ? പോപ്പട്ടെ, നീ ഞാനും വിളമ്പാതെ ആ ഭക്ഷണം വിളമ്പി കഴിക്ക്. എന്തായാലും പൊളിച്ചു. എടാ കിക്കിറ്റേ, കാലം ഒരുപാട് മാറിപ്പോയി. ഇവിടെ വെച്ച് പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം. എന്തരപ്പി നിങ്ങൾ പാർട്ടികളും മറ്റേ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? ഞാനും നല്ല ഹാപ്പിയാണ് കേട്ടാ. ഇവനെ കണ്ടിട്ട് ഹണിയെ പോലെ ഉണ്ടല്ലോ. എന്തൊരു ചെല്ലക്കണേ, നീ എന്റെ പേര് മാറ്റം നോക്കിയാണ്. ഞാൻ ടോപ്പറാണ്, ടോപ്പർ ബില്ലു ടോപ്പർ. സത്യത്തിൽ ഈ ലോക്കൽ ഭാഷ കേട്ടിട്ട് നല്ല രസം തോന്നുന്നുണ്ട്. എന്തുട്ടാ കടിയേ, നീ എന്തിനാ കിടന്ന് വായിട്ടളിക്കുന്നേ? അവിടെ നല്ല ചിമിട്ടും പാട്ടിട്ടൊക്കെ കേട്ടില്ല നീ? ഇങ്ങനെ കുന്തം പിഴുങ്ങി പോലെ നിൽക്കാതെ പോയി ഡാൻസ് ചെയ്യ്. ജാക്സന്റെ സ്റ്റെപ്പിട്ട് പോയി കളിക്കേ. ഇവന്റെ സ്ലാങ് കേട്ട് കൂളായി ഞാൻ. കുളിസടാക്കുന്നുണ്ട് അവിടെ കിട്ടുമെന്ന്. ഞാന് തീയാട്ടാ, തീപ്പൊന്നും തങ്കച്ചൻ. എന്നെ കിട്ടല്ലേ തീപാറും തീ. ഈ സ്ലാങ് കേൾക്കാനും നല്ല രസമുണ്ട്. എല്ലാവർക്കും അവരുടേതായ സ്റ്റൈലും ഉണ്ട്. സംശയമുണ്ടോ? വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. കിറ്റ്കിറ്റ്, ഇനി എനിക്കൊന്നും പറയാനില്ല. അത് ഗംഭീരമായിട്ടുണ്ട്. ബാക്കിയുള്ളവര് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. നീ ഞങ്ങളുടെ ചങ്കാണ്. വന്നേടാ മക്കളെ, നമുക്ക് പോയി എൻജോയ് ചെയ്യാം. വന്നേ. ഉമ്മ വന്ന സ്ഥിതിക്ക് കിറ്റിനെടുത്ത് അങ്ങോട്ട് ചാമ്പാം. എന്നിട്ട് പോയിട്ട് അടിച്ചു പൊളിക്കാം. എന്താ സംശയമുണ്ടോ? പോപ്പട്ടെ, നീ എന്തിനാ ഇങ്ങനെ ലോക്കൽ സ്ലാങ് ഒക്കെ പറയുന്നത്? എന്റെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഏരിയയിലേക്ക് വന്നത്. തോത്താറാമേ, എന്റെ അമ്മച്ചിയാണ് സത്യം. ഇനി അങ്ങോട്ട് 4 സ്റ്റെപ്പ് വെച്ച് തകർത്തിട്ട് തന്നെ കാര്യം. സൂപ്പർ പാർട്ടിയാണ് കിറ്റ്കിറ്റെ. ആനന്ദ ലഹരിയിൽ ആറാടുകയാണ്, അറമ്മാദിക്കുകയാണ്, അഴിഞ്ഞാടുകയാണ് കൂട്ടുകാരെ. ഇന്ന് നമ്മുടെ ലൈഫ് കളറാക്കിയ ദിവസമാണ് ഇഷ്ട. പോപ്പട്ടെ, പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അവിടെ പാർട്ടിക്ക് എന്നിട്ട് ലുങ്കി ഡാൻസ് കളിക്കായിരുന്നില്ലേ? അതിന് നീ ഇപ്പൊ ലുങ്കി ഒന്നും ഉടുത്തിട്ടില്ലല്ലോ. എന്റെ മച്ചാന് നമ്മളുടെ സ്റ്റൈലിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. മച്ചാനോ? ഞാൻ മച്ചാനൊന്നുമല്ല, ഞാനേ ഹണിയാണ്. നിനക്ക് എന്താണ് ഈ പറ്റിയേ? നീ എന്ത് ഭാഷയായി പറയുന്നേ? ഇത് കൊച്ചിയിലെ കൊച്ചുകളുടെ ഭാഷ മച്ചനെ. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. നിന്റെ കൂട്ടുകാരും ഇതേപോലെ പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. മരമാക്രി, വെറുതെ വായിട്ടളിച്ച സീനാക്കി കളയും ഞാൻ. എന്റെ തലമണ്ട കയറുന്ന ബാൻഡ് വായിക്കും. അതും എന്റെ അമ്മച്ചിയാണ് സത്യം. അതെ, ഒരുപാടായി. ഇതോടെ മതിയാക്ക്, അല്ലെങ്കിലേ ഞാൻ മാഡത്തിനോട് പറഞ്ഞു കൊടുക്കും. അതിന് കുമ്പാരി എന്തിനാ വിഷമിക്കണേ? ഞാൻ മച്ചാന് വേണ്ടി നല്ല ഒന്നാന്തരം ഫിഷ് ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ട്. മച്ചാനെ, നിന്റെ ഈ ഫിഷ് ഫ്രൈയും കൊള്ളാം, നിന്റെ ഈ ഭാഷയും കൊള്ളാം. പോപ്പട്ടെ, നീ ഇങ്ങനെ സംസാരിച്ച നാട്ടുകാർ നീ ഗുണ്ടയാണെന്ന് കരുതും. കല്ലെറിഞ്ഞ് ഓടിക്കും നിന്നെ. അത് മാത്രമല്ല, ചിലപ്പോ പോലീസുകാരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും നിന്നെ. കണ്ടില്ലേ? ഞാൻ കണ്ടു. പക്ഷെ ഉമ്മ ഇതൊന്നും കണ്ട് പേടിക്കില്ലേട്ടാ. എന്റെ അമ്മച്ചിയാണ് സത്യം. ഞാൻ തീയാണ് തീ. എന്നെ തൊട്ടാലുണ്ടല്ലേ, തൊട്ടവൻ കരിഞ്ഞു പോവും. സംശയണ്ടാ? നീ ഫ്രണ്ട് അല്ല, നിനക്ക് സ്നേഹമില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് മാത്രമല്ല, ഇപ്പൊ കാണുന്ന നീ പോപ്പട്ടയല്ല. എന്താ ഈ പറയണത്? അപ്പൊ പിന്നെ ഞാൻ ആര്? നീ പൊട്ടനാടാ, പൊട്ടൻ. വേഗം തിരിച്ചു വാ. മച്ചാനെ, അതിനിപ്പോ എന്താണ് പ്രോബ്ലം? ഇത് കൊച്ചിയിലെ മച്ചാമാരുടെ സ്റ്റൈലാണ്. നിനക്കത് മനസ്സിലാവില്ല. ഫിഷ് ഫ്രൈ അടിപൊളിയായിരുന്നു. എന്റെ ഹൃദയം ചില്ലായി മച്ചാനേ. എന്റെ സുഹൃത്താറെ, നിനക്കും പിടിച്ചോ ഭ്രാന്ത്? പോപ്പട്ട് തന്നെ ധാരാളമാ. ഇനി അവൻ ആ സ്ലാങ്ങും വെച്ച് വല്ലവരോട് വഴക്കുണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. എന്ത്? എന്നെ കമന്റ് അടിക്കുന്നോ? ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറമാൻ പെങ്കി ഇല്ലാതെ നിങ്ങളൊരു പാഠം പഠിപ്പിക്കും. അതെ മാഡം, ഞങ്ങളോട് വലിയ ഡയലോഗൊന്നും വേണ്ട. ഞങ്ങൾ അത്രയ്ക്ക് മോശക്കാരൊന്നും അല്ല. എടാ, ഈ സ്വീറ്റിക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല. മച്ചന്മാർക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? പോടെ പോടെ, വീട്ടിൽ പോടെ, ഇല്ലെങ്കിൽ നിന്റെ തലമണ്ട അടിച്ചു വിളിക്കും. എടേ പരട്ട മഞ്ഞക്കിളി, ആകാശത്തോടെ പറക്കണ വിമാനത്തിന് മുന്നില് പട്ടം പോലെ കിടന്ന് പറക്കാൻ നോക്കല്ലേ. മനസ്സിലാക്കി വിട്ടോ. നീ ഏതാടാ? എന്റെ പേര് കേട്ട് കഴിഞ്ഞാ
കേരളത്തിലെ 14 ജില്ലകളും കിടുകിട അങ്ങോട്ട് വിറയ്ക്കും. നിന്റെ അഭ്യാസങ്ങളൊന്നും താങ്ങാൻ എന്നെ കൊണ്ടൊക്കെ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. നിങ്ങളെപ്പോലുള്ള അലവലാദികളെ ഞങ്ങൾ സ്ഥിരം കാണുന്നതാ. പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന തെമ്മാടികൾ. ഞങ്ങളോട് ആരാ ചോദിക്കാൻ? ഇവനാണോ ഈ ഈർക്കിൽ? നീ എന്തിനാ എന്നെ വിളിച്ചത്? നരിന്ത നരിന്തലടേ, ഞാൻ പരിന്ത്. എന്റെ സ്വഭാവങ്ങളും മറ്റും വളരെ മോശമാണ്. പോടെ വീട്ടിൽ പോകാൻ നോക്കണേ. ചുമ്മാ പൊളപ്പുകൾ കാണിക്കാതെ പോടാ. വാവ് പോപ്പട്ടെ, എന്താ ഒരു സ്റ്റൈല്. എന്തിനാ നിന്റെയൊക്കെ ചെവി കേട്ടൂടെ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ തേങ്ങ പൊളിക്കുന്നല്ലോ പൊളിച്ചുകളയും. സംശയമുണ്ടോ? ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ? കുറെ നേരമല്ലോ ഓടിക്കളിക്കണേ. നീ നമുക്ക് കുറച്ച് ആക്ഷനൊക്കെ ആയാലോ? എടാ, നാട്ടിൽ പുതിയ ഗുണ്ട വന്നു. വാ, നമുക്ക് പോയി ചേട്ടനോട് പറയാം. ആയി ഒന്നേ കൊടുത്തുള്ളൂ. നല്ല ഒന്നാന്തര കിക്കായിരുന്നു. ഒന്നും പറയാനില്ല മച്ചാനെ, നീ പൊളിച്ചടുക്കി കളഞ്ഞില്ലേ. നിനക്കറിയോ ആരെയാ നീ പൊളിച്ചടുക്കിയെന്ന്? അത് ഗജു ഹഡലയുടെ ഗുണ്ടകളായിരുന്നു. എന്റെ അമ്മേ, ഇനി അവർ ചെന്ന് ഗജു ഹട്ടയിലൂടെ കാര്യം പറയും. എന്നിട്ട് അയാൾ ഇങ്ങോട്ട് വരും. പോപ്പട്ടിനെ ഇടിച്ച് പാപ്പടമാക്കും. എന്നിട്ട് ഫുട്പാത്തിൽ ഉണക്കാനിട്ടിട്ട് സ്ഥലം വിടും. അയാൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? പോപ്പട്ട് അയാളുടെ താവളത്തിൽ പോയി അയാളുടെ പണി തീർക്കും. ശരിയല്ലേ പോപ്പട്ടെ? അവരെ കൊണ്ട് മാപ്പം പറയിക്കില്ലേ? അതേന്നേ അവൻ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവന്റെ കൂടെ പോകാം. കൊള്ളാം കുമ്പാരി, നീ നിന്റെ കൂട്ടുകാരന് വേണ്ടി ആ ഗജ്ജു കൊണ്ടാണ് ഏറ്റുമുട്ടല്ലേ? അയ്യോ, ഇല്ല, ഞാൻ ദൂരെ എവിടെങ്കിലും മാറി നിന്ന് നിന്നെ തല്ലുന്നത് കണ്ട് രസിക്കും. അതൊക്കെ വിട്ടേക്കൂ. വാ പോപ്പട്ടെ. പോപ്പട്ട് കൂട്ടുകെട്ടിന്റെ പേര് പറഞ്ഞ് ഡയലോഗ് അടിക്കും. ഇന്ന് ആ കൂട്ടുകെട്ട് തന്നെ അവൻ ആവശ്യം വരും. വാ കൂട്ടുകാരെ. എടാ ഗജ്ജു ഹട്ടേലേ, ചുണ്ടനെ പോലെ ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് വാടാ. ദാ പോപ്പട്ട് ബായ് വന്നിട്ടുണ്ട്. ആയ് സ്വീറ്റി, ഇത് കുറച്ച് ഓവറായി പോയില്ലെന്ന് എനിക്കൊരു ഡൗട്ട്. ചേട്ടാ, ഇവനാണിപ്പോ ഇവിടെ ഗുണ്ടയായിട്ട് വിലസുന്നത്. ചേട്ടാ, 3 ചായ എടുത്തോ. കട്ടിങ്. അതെന്തിനാ 3? പോപ്പട്ട് കട്ടിങ് കുടിക്കില്ലേ? അല്ല, ഇന്ന് പോപ്പട്ടിന് കട്ടിങ് കുടിക്കാനല്ല, കട്ടിങ് സ്പെഷ്യൽ മസാജ് ചെയ്യിക്കാനുള്ള ദിവസമാണ്. ചേട്ടാ, ഇവൻ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും തല്ലിയത്. ആ അതെ, ഇവനെ ഗജ്ജുവിനെ തല്ലും. അയ്യോ, അത് പിന്നെ എന്റെ സ്ഥലത്ത് പൂച്ച പോലും പുലിയായി മാറും. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് നേറ്റുവിട്ട് നോക്കാം, അതും അടുത്ത വർഷം. ഏ പോപ്പട്ട് ഭായ്, ഇവിടെ ഗജു പട്ടേലിനെ തറ പറ്റിക്കാനല്ലേ വന്നേ? അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ. എടാ ഗജ്ജു, നീ ചെയ്യുന്ന ഒട്ടും ശരിയല്ല. നീ സ്വീറ്റിയുടെ മുമ്പ് വെച്ച് തല്ലിക്കഴിഞ്ഞാ ഉടയുന്നത് ഹൃദയമായിരിക്കും. ഹൃദയത്തിലുണ്ടാവുന്ന മുറിവ് തലച്ചോറിലായിരിക്കും പതിയുന്നത്. പിന്നീട് പോപ്പട്ടായാലും മനുഷ്യനായാലും അവൻ പകരം വീട്ടിയിരിക്കും. നീ തല്ലാൻ വരുന്നത് ഒട്ടും ശരിയല്ല. എവിടുത്തെ ഗുണ്ടയാടാ നീ? ഈ സ്ഥലം എന്റെയാ. ചലഞ്ച് ചെയ്ത് നീയും. എന്നിട്ട് ഞാൻ തല്ലിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ലെന്നാണോ നീ പറയുന്നേ? ആ എടാ കുരുത്തം കെട്ട ഗജു, നീ ഇപ്പൊ ഇനി ആരായാലും ഈ പോപ്പട്ടിനോട് ഏറ്റുമുട്ടാൻ മാത്രം അത്ര വലിയ ഗുണ്ടയൊന്നുമല്ല. നിനക്കിപ്പോ ഈ assistant തന്നെ ധാരാളം. സംശയമുണ്ടോ? കൂട്ടുകാരെ, ഈ പോപ്പട്ട് ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് പണി തന്നാ തോന്നുന്നേ. നിങ്ങളാണോ എന്നെ തല്ലാൻ പോന്നേ? അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഞാൻ ആരാണെന്ന്? താങ്കൾ ലഡുവാണ്, ഓ, തണുത്ത ചായയാണ്, വെള്ളത്തിനടിയിലെ ചെളിയാണ്. എന്താ പറഞ്ഞതോ? അങ്ങനെയാ നാട്ടുകാര് പറയുന്നേ. പക്ഷെ ഞങ്ങൾക്കറിയാം, താങ്കളാണ് ഗ്രേറ്റ് ഗജു ബായ്, ഗജു ഹട്ടേല. ഞങ്ങൾ എന്തിനാ താങ്കളോട് വഴക്കുണ്ടാക്കുന്നേ? ഇപ്പൊ വഴക്ക് തീർന്നല്ലോ. ഇനി മധുരം അങ്ങോട്ട് കഴിക്കോ. നീ എന്തുവാടേ കാണിക്കുന്നേ? മധുരം കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് പോലും അറിയില്ലേ? അയ്യോ, ക്രീം മൊത്തം പുറത്തു വന്നല്ലോ. ഞാനത് വേഗം തുടച്ചു തരാം. ചേട്ടനോടാണ് നിന്റെ തമാശ.
നീ എന്റെ വെല്ലുവിളിയുടെ ദേഹത്ത് കൈവെക്കും അല്ലേ? രണ്ട് മുതിർന്ന ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോ ഇളയവർ ഒരിക്കലും അതിനിടയിൽ കയറാൻ പാടില്ല. എന്ത് ഗുണ്ടയാടാ നീ ഒന്നും ചെയ്യുന്നേ ഇല്ലല്ലോ. ഗജു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോപ്പട്ടിനെ ഒന്ന് പോപ്പട്ടെ, വാ തുറക്ക്. കലക്കി പോപ്പട്ടെ. അയ്യോ ദേ അങ്ങോട്ട് നോക്കിയേ, ഇതിപ്പോ ഇയാളൊരു ഷോട്ടിൽ തന്നെ നേക്കഡായി പോയല്ലോ. സോറി അനിയ, സോറി. നിർത്ത. നീയാണ് ഈ ഏരിയയിലെ ഗുണ്ട. എന്നെ വിട്ടേക്ക്. ഞാൻ ഈ നഗരം തന്നെ വിട്ടേക്കാം. ഇനി മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചോ. ചെയ്ത തെറ്റിന് സ്വീറ്റിയോട് മാപ്പ് പറയണം. അയ്യോ, ഇതെന്ത് കൊന്നവാ. ഞാൻ കമന്റ് അടിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ മാപ്പ് പറയുന്നേ? എന്റെ സിസ്റ്ററെ, ഞാൻ ചിലപ്പോ കവിത ചൊല്ലും, പാട്ട് പാടും. പക്ഷെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും ഗുണ്ടാപ്പണി ചെയ്യത്തില്ല. അയ്യോ, ഓടിക്കോ. അയ്യോ, ജീവൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടോ. എങ്ങനെയുണ്ട് സ്വീറ്റി? ഇതാണ് പോപ്പട്ട് ഭായ്. യെസ്, എന്താ ഒരു പവർ, എന്താ ഒരു സ്റ്റൈല്. നമ്മ നിന്റെ ഫാൻ ആയിരിക്കും ബോസ്. മതി, ഇനി നിന്റെ സ്റ്റൈൽ എന്ത് മാറ്റണം. ഗജു ഘട്ടല ഗ്യാങ് പോയി. ഇനി ഈ നഗരത്തിൽ മല്ലു ബുൾഡോസർ, ടില്ലു ടിഗ്ലി, ഡെബു ടൊമാറ്റോ ഇവരെ എല്ലാവരെയും തോൽപ്പിച്ച് ഈ നഗരത്തിന്റെ ഡോൺ ആയിട്ട് മാറ്. നമ്മക്കൊന്നും വേണ്ട. വെറുതെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഒരു ദിവസത്തേക്ക് ഗുണ്ടായതാ. മച്ചന്റെ ബാക്കി സീനൊക്കെ ഇൻസ്പെക്ടർ പാണ്ട നോക്കട്ടെ. അപ്പൊ ഇനി കൊച്ചി ഭാഷ ദി എൻഡ്. അതെ, ഭാഷയായാലും ബാദുഷയായാലും നമ്മുടെ ജീവന് ഭീഷണിയായി കഴിഞ്ഞാൽ അതിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലത്. സംശയമുണ്ടോ?